ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു എംബ്രോയിഡറി സ്റ്റാൻഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ കുറച്ച് ബ്ലൗസ് ഡിസൈനും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തത്. ഫസ്റ്റ് എൻ്റെ ഒരു ബ്രൈഡൽ ബ്ലൗസ് ആണ്. ഇതിൻ്റെ നെക്കിലും സ്ലീവിലും സെയിം വർക്ക് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരു ടാസൽസ് ഒക്കെ ചെയ്തിട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ആണ് എല്ലാം. എന്നാൽ നമുക്ക് കാണുമ്പോൾ ഒന്ന് എലഗൻ്റായി തോന്നുന്നൊരു വർക്കാണ്. സെക്കൻഡ് വൺ ഇതാണ്. ഈ സാരിയുടെ വിത്ത് ബ്ലൗസിലാണ് നമ്മൾ സിമ്പിളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് അത്യാവശ്യം ഞാൻ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. എനിക്ക് അത്യാവശ്യം ഓർഡർ കിട്ടിയിട്ടുള്ളൊരു വർക്കാണ്. ഈ വർക്ക് തന്നെയാണ് സെയിം സെറ്റ് സാരിയുടെ ഒരു ബ്ലൗസിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നെറ്റ് ഫാബ്രിക് ആണ്, അതിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ബ്രൈഡൽ ബ്ലൗസ് ആണ്. സ്ലീവിൽ അത്യാവശ്യം ഹെവി ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബ്രൈഡൽ ബ്ലൗസ് ആണ്. പിന്നെ വരുന്നത് നെറ്റൊക്കെ പാച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണ്. ഇതൊക്കെ നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്ത വർക്കാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ട്യൂട്ടോറിയലായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം. ഈ വർക്ക് ഞാൻ അത്യാവശ്യം പുറത്തേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ ഇതുപോലെ പഫ് സ്ലീവിൻ്റെ 2 ബോർഡറിലും സിമ്പിളായിട്ട് വർക്ക് കൊടുത്തിട്ട് പ്രിൻസസ് കട്ട് പാഡഡ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ ഈ ഒരു ബ്ലൗസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യാം. അതുപോലെ ആരി വർക്കായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ബ്ലൗസാണ്. ഇതൊരു ബ്രൈഡൽ ബ്ലൗസാണ്, പക്ഷേ മിനിമലായിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഇത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ബ്ലൗസാണ്. ഇതിൻ്റെ സ്ലീവ് അത്യാവശ്യം ഹെവി ആയിട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ബ്ലൗസ് കാണുന്ന പോലെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇട്ട് വന്നപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. സ്ലീവ് അത്യാവശ്യം നന്നായിട്ട് ഹെവി ആയിട്ട് ഷൈനിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് ഹാങ്ങിങ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇതിൻ്റെ ഹാങ്ങിങ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബീഡ്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ സിമ്പിളാണെങ്കിൽ ഈ ബീഡ്സ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം റേറ്റ് വരാറുണ്ട് ഡിസൈനൊക്കെ. അപ്പോൾ ഈ വർക്കൊക്കെ എനിക്ക് ചെയ്യാനിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിനെ പറ്റിയിട്ട് ഞാൻ കുറേ പേര് എനിക്ക് എൻ്റെ ഷോർട്സൊക്കെ കണ്ടപ്പോൾ സ്റ്റാൻഡിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റാൻഡ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു കുട്ടിയാണ് തന്നത്. ഞാൻ വീഡിയോസൊക്കെ ഇട്ട സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ചേച്ചിക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ട്, അത് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഇതിലെനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ അവരതിൻ്റെ ട്യൂട്ടോറിയലും എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാനത് ഓർഡർ ചെയ്തു. കിട്ടിയിട്ട് കുറച്ച് ദിവസമൊക്കെ എനിക്കിതിൽ ചെയ്യാനൊരു ഇത് എങ്ങനെയാണിത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുട്ടീനെ ഡീറ്റെയിൽഡായിട്ട് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനത് അതിൽ വർക്കൊക്കെ ചെയ്തു തുടങ്ങി. ഇതുപോലെ നമുക്ക് എല്ലാ സൈസിലുള്ള ഫ്രെയിമും ഫിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് 18 ഇഞ്ചിൻ്റെ ഫ്രെയിമൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഇതിൽ വർക്ക് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇരുന്നു എവിടെ ഇരുന്നിട്ടും വർക്ക് ചെയ്യാം. നമുക്ക് ടേബിളിൽ വെച്ചിട്ടും അതുപോലെ താഴത്ത് ഇരുന്നിട്ടും അതുപോലെ ചെയറിൽ എവിടെ വെച്ചിട്ട് നമുക്ക് ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്കിത് ഫോൾഡ് ചെയ്യാം, ഇതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രെയിം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ടൈറ്റാക്കി കൊടുത്താൽ മതി. ചെറിയ ഫ്രെയിം വലിയ എല്ലാ ഫ്രെയിമും ഇതിലേക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 18 ഇഞ്ചിൻ്റെ ഫ്രെയിം വരെ വെച്ചിട്ട് ഞാൻ ഇതിൽ ചെയ്ത് നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് അത്രയും യൂസ്ഫുള്ളായിട്ട് ഞാൻ ഇത്രയും സമയം വാങ്ങിയ കുറേ ഐറ്റംസിൽ അത്രയും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഒരേ സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ നമുക്ക് ബോറടിക്കില്ല വർക്ക് ചെയ്ത്. നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് മാറി മാറി ഇരുന്നിട്ട് ചെയ്യാം. ഞാനിപ്പോൾ സിറ്റ് ഔട്ടിലൊരു ബെഞ്ചുണ്ട്, അവിടെ വന്നിരുന്ന് ഇതുപോലെ വർക്ക് ചെയ്യാറുണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ് ചെയ്താലേ ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരും. ഇത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ്, ആ കുട്ടിയുടെ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വേറെ മോഡലൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊബൈൽ സ്റ്റാൻഡൊക്കെ ഉള്ളതുണ്ട്, നമുക്ക് വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും അത്യാവശ്യം നല്ല വെർത്തായിട്ട് തോന്നിയിട്ടോ. അധികം റേറ്റൊന്നും ഇതിന് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സൊക്കെയാണ് ഇതുപോലെ സ്റ്റാൻഡൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നോർമൽ നീഡിൽ വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള സംഭവം. അത് ആരി വർക്കിന് മാത്രമല്ല, നോർമൽ നീഡിൽ വെച്ച് ചെയ്യുന്നവർക്ക് ഒന്നും കൂടി യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഫ്രെയിം വെച്ചതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എങ്ങോട്ടും ഇത് ടേൺ ചെയ്യാനും ബെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഇതുപോലെ നമുക്ക് അങ്ങനെ കുറേ നേരം ഇരുന്ന് നമുക്ക് ഊര കടയിക്കാൻ ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും ചാരി ഇരുന്നിട്ട് കാലൊക്കെ നീട്ടി വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന റൗണ്ടിലുള്ള സ്റ്റാൻഡ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും എങ്ങനെയെന്ന് അറിയില്ല. എൻ്റെ ഒരു കംഫർട്ടാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കാല് നീട്ടിയിരുന്ന് പിന്നെ എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും എനിക്കിരുന്ന് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഐറ്റം കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ടൈമിലൊക്കെ എനിക്കിത് വാങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുറേ പേരുടെ അടുത്തൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ഞാൻ എൻക്വയറി ചെയ്തിട്ടുണ്ട്. വേറെ സ്ഥലത്ത് കണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക്
അഫോർഡബിൾ ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാം. നമുക്ക് എല്ലാവരുടെ അടുത്തും ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ വർക്ക് ചെയ്യാം. അതിനനുസരിച്ചിട്ട് നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. ഒരേ ടൈപ്പിൽ തന്നെ നമുക്ക് ഇരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചെറിയ എംബ്രോയ്ഡറി ഹൂപ്പല്ലേ വെച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതല്ല, വലുത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. വലുത് വെച്ചിട്ടുള്ള ചെയ്യുന്ന വീഡിയോ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇനി അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ സോഫയിൽ ഇരുന്ന് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഇരുന്ന് ചെയ്യാൻ പറ്റും. അത്രയും നമുക്ക് കംഫർട്ടബിൾ ആണ്, യൂസ്ഫുൾ ആണ്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതുകൊണ്ട് ഉപകാരം തന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് കുറച്ച് നേരം എനിക്ക് പെട്ടെന്ന് ഊര കടയുന്ന ആളാണ് ഞാൻ. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.